നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. യുവനടിയുടെ പീഡന പരാതിയിലെടുത്ത ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയ രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആശുപത്രി വിട്ട രഞ്ജിത്തിനെ നേരെ മരടിലെ സിവിൽ ജഡ്ജിന്റെ വീട്ടിലെത്തിച്ചാണ് അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. സംവിധായകനെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റും. 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ്. ഇന്നലെ രാത്രിയാണ് രഞ്ജിത്തിന്റെ അറസ്റ്റ് ഉണ്ടായത്. കസ്റ്റഡിയിലെടുത്ത രഞ്ജിത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തൊടുപുഴയിലെ മുട്ടത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത രഞ്ജിത്തിനെ പുലർച്ചെയോടെയാണ് കൊച്ചിയിലെത്തിച്ചത്. ചൊവ്വാഴ്ച രാത്രി 9:30 എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് പോകുന്നതിനിടെ മുട്ടത്ത് വെച്ചാണ് രഞ്ജിത്ത് സഞ്ചരിച്ച കാർ പോലീസ് തടഞ്ഞതും രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തതും. രഞ്ജിത്ത് പുതിയതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ് പരാതിക്കാരി. സിനിമാ ചിത്രീകരണത്തിനിടെ രഞ്ജിത്ത് കയറി പിടിച്ചു എന്നാണ് പരാതി. മാനഭംഗം, ലൈംഗിക അതിക്രമം, തടഞ്ഞുവെക്കൽ, അശ്ലീല ആംഗ്യം കാണിക്കൽ എന്നീ 4 വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ചയായി രഞ്ജിത്ത് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. യുവനടിയുടെ പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസിന്റെ നിർണായക നീക്കം ഉണ്ടായത്. പീഡന പരാതിയിൽ പോലീസ് നടപടിയെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ രഞ്ജിത്തിന് വിവരം ലഭിച്ചിരുന്നു. പോലീസിന്റെ നടപടി വേഗത്തിലായതോടെ രഞ്ജിത്തിനോട് അഭിഭാഷകർ ഒളിവിൽ പോകാൻ നിർദ്ദേശം നൽകി. തുടർന്നാണ് സ്വന്തം വാഹനം ഉപേക്ഷിച്ച് സഹപ്രവർത്തകനൊപ്പം മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത്. രഞ്ജിത്തിന്റെ പുതിയ ചിത്രത്തിലെ യുവനടിയാണ് സംവിധായകനെതിരെ പരാതി നൽകിയത്. പണി എന്ന സിനിമയിലെ നടൻ ബോബി കുര്യന്റെ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് രഞ്ജിത്തിനെ പിടികൂടിയത്. പിടികൂടുമ്പോൾ ബോബി കുര്യനും രഞ്ജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്നായിരുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പോലീസ് നീക്കം. എന്നാൽ രഞ്ജിത്ത് ആദ്യമായി പ്രതികരിച്ചിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ വ്യാജ പരാതി എന്ന ഒറ്റ വാക്കിലായിരുന്നു രഞ്ജിത്തിന്റെ മറുപടി. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. നിലവിൽ പോലീസ് നടപടികളുമായി പൂർണ്ണമായി സഹകരിക്കുന്ന രഞ്ജിത്തിന് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. രാത്രി 1 മണിയോടെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച രഞ്ജിത്തിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. രക്തസമ്മർദ്ദത്തിലും ECGയിലും വ്യതിയാനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഏതാനും മണിക്കൂറുകൾ നിരീക്ഷണത്തിലായിരുന്നു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് കണ്ടതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. രഞ്ജിത്തിനെതിരെ നടിയുടെ പീഡന പരാതി ലഭിച്ചതിന് പിന്നാലെ അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസ് നീക്കങ്ങളെല്ലാം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. കാളിരാജ്, മഹേഷ് കുമാർ, DCP അശ്വതി GG എന്നിവർ മാത്രമായിരുന്നു കേസ് സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. പരാതിക്കാരിയുടെ മൊഴിയെടുത്തതുപോലും അതീവ രഹസ്യമായിട്ടായിരുന്നു. മറ്റു പോലീസുകാരെയൊന്നും ഇതുമായി ബന്ധപ്പെടുത്താതിരിക്കാൻ കമ്മീഷണറും DCPയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രഞ്ജിത്തിനെ പിടികൂടിയത് സംബന്ധിച്ച വാർത്ത പുറത്തുവരുമ്പോൾ മാത്രമാണ് കൊച്ചി സിറ്റിയിലെ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും വിവരങ്ങൾ അറിഞ്ഞത്. അതേസമയം സംഭവം നടന്ന ദിവസം ഷൂട്ടിംഗ് സെറ്റിലുള്ളവർ വിവരം അറിഞ്ഞതായി പോലീസ് കണ്ടെത്തി. യുവനടി ആയതിനാൽ പരാതിയുമായി മുന്നോട്ടു പോകില്ല എന്ന് കണക്കുകൂട്ടി. പരാതി ലഭിച്ച ശേഷവും പോലീസ് എല്ലാ വശങ്ങളും പരിശോധിച്ചു. പറഞ്ഞ റോള് നൽകാത്തതിന്റെ പ്രശ്നങ്ങൾ രഞ്ജിത്തും നടിയും തമ്മിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു. സിനിമയിൽ പ്രധാന സ്ത്രീ കഥാപാത്രം തന്നെയായിരുന്നു നടിക്ക് നൽകിയത്. സിനിമയിൽ നടിയുടെ റോളും ഏകദേശം ഷൂട്ടിംഗ് പൂർത്തിയായിരുന്നു. അതിനാൽ വ്യാജ ആരോപണത്തിനുള്ള സാധ്യത പോലീസ് പരിശോധിച്ച ശേഷം തള്ളുകയായിരുന്നു. തുടർന്നാണ് പഴുതടച്ച് അറസ്റ്റിലേക്ക് നീങ്ങിയത്. ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളില്ലാത്തതിനാൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി രാവിലെ തന്നെ രഞ്ജിത്തുമായി പോലീസ് സംഘം ആശുപത്രി വിടുകയായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ സിനിമാ സെറ്റിലാണ് നടിയോട് അപമര്യാദയായി സംവിധായകൻ രഞ്ജിത്ത് പെരുമാറിയത്. 2 മാസം മുൻപാണ് സംഭവമെന്നാണ് സൂചന. പരാതി പോലീസിലേക്ക് എത്തും മുന്നേ ഒത്തുതീർപ്പാക്കാൻ ശ്രമമുണ്ടായി എന്നും സൂചനയുണ്ട്. എന്നാൽ നടി പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് നടിയുടെ വിശദമായ മൊഴിയെടുത്തതിന് പിന്നാലെ പ്രാഥമികമായ അന്വേഷണം കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ നടത്തുകയും പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. രഞ്ജിത്ത് പുതിയതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടിയുടെ പരാതിയിലാണ് കൊച്ചി നോർത്ത് വനിതാ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോഴത്തെ നടപടി.
ഫോർട്ട് കൊച്ചിയിൽ നടന്ന സിനിമാ ചിത്രീകരണത്തിനിടെ ലൊക്കേഷനിൽ വെച്ച് രഞ്ജിത്ത് കയറി പിടിച്ചുവെന്നാണ് നടിയുടെ പരാതി. സംഭവത്തിൽ സിനിമയുടെ സെറ്റിൽ തന്നെയുള്ള ആഭ്യന്തര സമിതിക്ക് മുൻപാകെ നടി പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. പിന്നീട് DGPക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന SITക്കും പരാതി നൽകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്തേക്ക് രഞ്ജിത്തിനെ അവരോധിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉയർന്നിരുന്നു. എന്നാൽ അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്നുവെന്ന അവൾക്കൊപ്പം ക്യാമ്പയിനിന്റെ മുൻനിര പോരാളിയായി രഞ്ജിത്തിനെ സർക്കാർ ഉയർത്തിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ മനസ്സിനൊപ്പം സഞ്ചരിച്ച സംവിധായകൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങളിൽ പെട്ടതോടെയാണ് തിരിച്ചടി തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും യുവനടിയുടെ പുതിയ പരാതിയിൽ പോലീസിന്റെ പക്കൽ കൃത്യമായ തെളിവുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ CPM-ഉം സർക്കാരും രഞ്ജിത്തിനെ പൂർണ്ണമായും കൈവിട്ട അവസ്ഥയാണ്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടിലേക്ക് പാർട്ടി മാറിയത് രഞ്ജിത്തിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ്. രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉയരുന്നത് ഇത് മൂന്നാമത്തെ പീഡന കേസാണ്. നേരത്തെ സമാനമായ 2 കേസുകൾ രഞ്ജിത്തിനെതിരെ ഉയർന്നിരുന്നു. രഞ്ജിത്ത് തന്നോട് മോശമായി പെരുമാറിയെന്നും ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചുവെന്നും ബംഗാളി നടി 2024 വെളിപ്പെടുത്തിയിരുന്നു. 2009 പാലേരി മാണിക്യം സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൊച്ചിയിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു സംഭവമെന്നായിരുന്നു ആരോപണം. ഈ കേസിൽ പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ നൽകി. എന്നാൽ കേസ് കഴിഞ്ഞ ഒക്ടോബറിൽ ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. 2009 നടന്ന സംഭവത്തിൽ കേസെടുക്കുന്നതിന് മജിസ്ട്രേറ്റ് കോടതിക്കുള്ള സമയപരിധി അവസാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി നടപടി. 2012 ബംഗളൂരുവിലെ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവ് പരാതി നൽകിയിരുന്നു. ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് പരിചയപ്പെട്ട ശേഷം ബംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നും നഗ്നചിത്രങ്ങൾ എടുത്തുവെന്നും യുവാവ് മൊഴി നൽകി. ഈ ആരോപണത്തിൽ രഞ്ജിത്തിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരുന്നു. പരാതി നൽകിയതിൽ ഉണ്ടായ 12 വർഷത്തെ കാലതാമസം ചൂണ്ടിക്കാട്ടി കർണാടക ഹൈക്കോടതി 2025 ജൂലൈയിൽ ഈ കേസ് റദ്ദാക്കുകയായിരുന്നു. ഈ 2 കേസിന് പിന്നാലെയാണ് മൂന്നാമതൊരു കേസ് കൂടി രഞ്ജിത്തിനെതിരെ എത്തുന്നത്. കാരവാനിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടുവെന്നാണ് നടിയുടെ പരാതി. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.